അപ്പോഴേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പാലക്കാട് കഞ്ചിക്കോട് ഭാഗത്താണ്. അതായത് നമ്മുടെ കൊച്ചി ടു സേലം മെയിൻ ഹൈവേ റോഡ്. ഈ കാണുന്നത് ഹൈവേ റോഡാണ്, അതായത് നാഷണൽ ഹൈവേ ആണ് നമ്മുടെ കൊച്ചിയിൽ നിന്ന് സേലം പോകുന്നത്. അതിൽ നമ്മുടെ പാലക്കാട് ടൗൺ കഴിഞ്ഞിട്ട് നമ്മുടെ വാളയാർ എത്തുന്നതിന് മുമ്പായിട്ട് കഞ്ചിക്കോടാണെന്ന് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല റെസിഡൻഷ്യൽ ഏരിയ, അടിപൊളി വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയിൽ നമുക്ക് മൊത്തം ഒരു 16 സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ 2000 സ്ക്വയർ ഫീറ്റ് അത് ഈ കാണുന്നൊരു വീട് നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതും രണ്ട് സബ്ബായിട്ട് ചെയ്തു. കാരണം താഴെ ഒരു ഫാമിലിക്കും മുകളിലൊരു ഫാമിലിക്ക് റെൻ്റ് ഔട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവരിത് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ വീടിന് കുറച്ച് പഴക്കമുള്ളതാണ്, ഏകദേശം ഒരു 10-20 വർഷം, 25 വർഷത്തിനടുത്ത് നമുക്ക് പഴക്കമുള്ള വീടാണ്. പക്ഷേ നല്ല മണലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്തതുകൊണ്ട് എവിടെയും പൊട്ടലോ ചിന്നലോ പറഞ്ഞുള്ള രീതിയിലൊന്നുമില്ല. അത്യാവശ്യം നല്ല മെയിൻ്റെനൻസ് ചെയ്തിട്ട് നമുക്കൊരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് അതുപോലെ തന്നെ മലമ്പുഴയുടെ വാട്ടർ കണക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഓപ്പൺ കിണറും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഏകദേശം ഇതുപോലെ ഒരു 10-11ഓളം കണ്ടോ കായ്ക്കുന്ന തെങ്ങുകൾ കാര്യങ്ങൾ ഒരു 10-11 വരുന്നുണ്ട്. പിന്നെ 4 സൈഡിൽ നമുക്ക് എന്തുണ്ട് കോമ്പൗണ്ട് വാൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് ഉൾപ്പെട്ടതാണ്. പിന്നെ മുകളിലേക്കുള്ള അപ്സ്റ്റെയർ നമ്മൾ കണ്ടോ വീടിന് സൈഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. വീടിൻ്റെ സൈഡിൽ തന്നെയാണ് നമുക്ക് അപ്സ്റ്റെയറും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു 4-5 വാഹനങ്ങൾക്ക് സുഖമായിട്ട് വണ്ടിയൊക്കെ നിർത്താൻ പറ്റുന്ന പാർക്കിംഗ് സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ 2 സൈഡിലും റൂഫ് ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കണ്ടോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആണ്. അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും പോലെ തന്നെ നല്ല പ്ലാവ്, തെങ്ങ് തുടങ്ങിയിട്ടുള്ള മരങ്ങൾ, മാവ് തുടങ്ങിയിട്ടുള്ള എല്ലാ അത്യാവശ്യം വേണം മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് കിണർ വരുന്നത്. ഏകദേശം ഒന്ന് വെള്ളം കാണിച്ചു കൊടുത്താൽ ആണോ, ഫുള്ള് ഇഷ്ടിക വെച്ചിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. അതായത് കിണറിന് റിങ് കാര്യങ്ങളൊക്കെ ഇഷ്ടിക വെച്ചിട്ടാണ്, എപ്പോഴും പറ്റാത്ത കിണറാണ്. പിന്നെ ഇത്രയും ഏരിയ നമുക്ക് വരുന്നുണ്ട്, ഒരുപാട് വീടുകളൊക്കെ അടുത്തുള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ. പിന്നെ എന്താണോ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് മൊത്തത്തിൽ നമുക്ക് ഒരു 16 സെൻറ്റാണ് സ്ഥലം വരുന്നത്. അതിനകത്ത് നിങ്ങൾക്കിപ്പോൾ അത്ര വലിയൊരു എമൗണ്ട് എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 11 സെൻറ്റ് സ്ഥലവും വീടും കൂടിയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ രീതിയിലും കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ചക്കയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അതായത് ഇത്രയും ഏരിയ വരുന്നുണ്ട് കേട്ടോ. 16 സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ ഇതുണ്ട്, ഇവിടെ നോക്കിയാൽ തന്നെ നല്ല ഹൈവേ റോഡ് കാണുന്നുണ്ട്. ആണോ ആണോ ഹൈവേ റോഡാണ് കേട്ടോ. ഇവിടെ നോക്കിയാൽ അതുപോലെ ഫ്രണ്ടിലൊക്കെ നല്ല റോഡ് ആക്സസും കാര്യങ്ങളും. ഇവിടെ കഞ്ചിക്കോട് ITI, അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റേഷൻ, അങ്ങനെയുള്ള ഒരുപാട് കമ്പനികളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മേഖലയുള്ള ഒരു ഏരിയ ആണ്. അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ സൂപ്പറായിട്ട് അതിന് പറ്റിയ രീതിയിലുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. ഭയങ്കര കൂളായിട്ട് തണുപ്പായിട്ടുള്ളൊരു ഇതാണ്, കാരണം അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രോപ്പർട്ടിയും കൂടിയാണ്. പിന്നെ കഞ്ചിക്കോടാണ് മെയിൻ ലൊക്കേഷനും വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ടും നമ്മുടെ ഓണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. അവർ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഇവിടുന്ന് അവർ ബാംഗ്ലൂർ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 85 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ. കാരണം ലാൻഡ് വാല്യൂ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വീടിന് വലിയ രീതിയിൽ വിലയും കാര്യങ്ങളൊന്നും കണക്കാക്കിയിട്ടില്ല. അപ്പോൾ 85 ലക്ഷം രൂപയാണ് അവർ വില ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വില ചെറിയ രീതിയിലേക്ക് എന്ത് ചെയ്യുക, നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സംസാരിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ. കണ്ടോ ഒരു സൈഡിലൊക്കെ നല്ല രീതിയിലാണ്, കുറച്ച് പെയിൻറ്റിങ് മാത്രം ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളൂ കേട്ടോ, വേറെ വർക്കോ കാര്യങ്ങളോ ഇല്ല. അത്യാവശ്യം ഇതാണ് ഫ്രണ്ടേജ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ഗേറ്റോ കാര്യങ്ങളൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഈ ഒരു ഭാഗം മുഴുവനായിട്ട് നമുക്ക് കണ്ടോ പാർക്കിങ്ങോ കാര്യങ്ങളൊക്കെ ആക്കാം കേട്ടോ. ശരിക്കും ഒരു ഗോഡൗൺ പർപ്പസിനൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനും പറ്റുന്ന സൂട്ടബിൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. കാരണം ഒരു ഓഫീസ്, അതുപോലെ തന്നെ ഒരു ഗസ്റ്റ് ഹൗസോ ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ഉദ്ദേശിക്കുകയാണെങ്കിൽ സൂപ്പറാണ്. ഇത്രയും ഏരിയ നമുക്ക് നല്ല റോഡിൽ നിന്ന് തന്നെയാണ് നല്ല ഫ്രണ്ടേജും കാര്യങ്ങളും കിട്ടുന്നത്. പിന്നെ അത്യാവശ്യം വേണ്ട വലിയ വാഹനങ്ങളൊക്കെ വരാനുള്ള നല്ലൊരു ഫ്രണ്ടേജ് ഉണ്ട്. അതും ഹൈവേ റോഡിന് സെക്കൻഡ് പ്ലോട്ടോട് കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മേലെ റെൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഒരു ഫാമിലി താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഉള്ളിൽ കാണിച്ചു തരുന്നില്ല, പക്ഷെ താഴത്തെ എന്ത് ചെയ്യുക, താഴത്തെ ആ ഫ്ലോർ ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും ഉള്ളൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, പ്രോപ്പർട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് മുഴുവനായിട്ടൊന്ന് കാണുക. കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നമ്മളുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അത്യാവശ്യം ഫ്രണ്ടിലേക്ക് കണ്ടോ, അത്യാവശ്യം നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഇതാണ് കേട്ടോ. ഇപ്പോൾ തന്നെ കണ്ടോ 3 കാറ് ഓൾറെഡി ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനിയും നമുക്കൊരു 5-6 കാറൊക്കെ ഈ ഒരു 3 കാർ കൂടെ ഈ ഫ്രണ്ടിൽ നിർത്താൻ പറ്റും. പിന്നെ ആ സൈഡാണെങ്കിൽ നമുക്ക് ഒരുപാട് വണ്ടികൾ, കാറ് എന്നല്ല വലിയ വലിയ വാഹനങ്ങൾ വരെ നിർത്താൻ പറ്റുന്ന രീതിയിലാണ് ഇതിനകത്ത് സൗകര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും താഴെക്കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം. വീടിനകത്തുകൂടെ കാണിച്ചു തരാം. ചോദിക്കുന്നത് 85 ലക്ഷം രൂപയാണ്. ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പാലക്കാട് ടു നമ്മുടെ കോയമ്പത്തൂർക്ക് പോകുന്ന സമയത്ത് വാളയാർ എത്തുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കഞ്ചിക്കോട് എന്നുള്ള ഒരു ലൊക്കേഷനിലാണ് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. അതും ഹൈവേന്ന്
നമുക്കൊരു സെക്കൻഡ് പ്ലോട്ട് ആയിട്ട് കേട്ടോ. അത് നമ്മുടെ കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് ഒരു 500 മീറ്റർ മാത്രം വ്യത്യാസത്തിലാണ് കേട്ടോ സ്ഥലമുള്ളത്. അപ്പോൾ എല്ലാം കൊണ്ടും സൗകര്യങ്ങളുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ തൃശ്ശൂരിലോട്ട് പോകാനാണെങ്കിലും അല്ലെങ്കിൽ പാലക്കാട് അല്ലെങ്കിൽ കോയമ്പത്തൂർ അല്ലെങ്കിൽ സേലം എല്ലാവിടേക്കും വരുന്ന മെയിൻ ഹൈവേൻ്റെ സൈഡ് തന്നെയാണ്. നല്ലൊരു പ്രോപ്പർട്ടിയാണ്. വരിക, നിങ്ങൾ കാണുക, കണ്ട് നേരിട്ട് ഓണറുടെ അടുത്ത് ഇരുന്ന് സംസാരിച്ച് നല്ലൊരു പ്രൈസ് എന്തായാലും വാങ്ങിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വീടിന് അകത്തോട്ട് കയറുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഒരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു സ്പേഷ്യസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ സമയത്ത് നമ്മൾ ഒരു ലിവിങ് ഹാളിൽ കയറുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഹാൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. TV യൂണിറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞ് നമ്മൾ ഒരു ബെഡ്റൂം സ്പേസ് ആണിത്. അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതാണ്. അതുപോലെ തന്നെ മുകളിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഒരു ലോങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നേരെ വരുന്ന സമയത്ത് ഇത് കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു 16 അടി ലെങ്ത്തിലും അതുപോലെ 16x10 സൈസിലുള്ളൊരു മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടത്. മുകളിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്, അലമാര കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതും നമുക്കതുപോലെ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗം വരുന്നത് ഒരു പൂജാ റൂമായിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇതാണ് ഒരു കിച്ചൺ സ്പേസ് വരുന്നത്. അതായത് ഒരു ഡൈനിങ്ങും പ്ലസ് ഒരു മോഡുലാർ കിച്ചണായിട്ട് വരുന്നതാണ്. ഒരു ഓപ്പൺ കിച്ചൺ ടൈപ്പ് കേട്ടോ. ഇതൊക്കെ ഇവരിപ്പോൾ റീസെൻ്റ്ലി വർക്ക് ചെയ്തെടുത്താണ്. ഈ ഭാഗത്തൊക്കെ നല്ല കബോർഡ് വർക്കുകളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വാഷ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പുറത്തോട്ടാണെങ്കിൽ അത്യാവശ്യം നമുക്ക് നല്ലൊരു ഡ്രസ്സൊക്കെ ഉണങ്ങാനിടാനുള്ള ഒരു റൂഫ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബാക്ക് സൈഡിലൊരു വ്യൂ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് വന്നിട്ട് ഓണറുടെ അടുത്ത് ഇരുന്ന് സംസാരിക്കാം. ഇത് മുകളിലോട്ട് ഇത് ഓപ്പൺ മറ്റേ ടെറസിലേക്കുള്ള ഒരു ഇതാണ് കേട്ടോ. സ്റ്റെയറും കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം.